എനിക്ക് സെലക്ഷൻ ഒന്നും അത്ര നിശ്ചയില്ല. കല്യാണപ്പടവോ മദ്രാസിൽ നിന്ന് വരുത്തിച്ചതാ. എന്നെ വിളിക്കായിരുന്നില്ലേ തുണി എടുക്കാൻ പോകുമ്പോ? നിനക്ക് ഇഷ്ടായില്ലേ? കുട്ടിമാവയുടെ ഭാര്യ ചിലപ്പോ കേട്ട് കേൾപ്പിച്ചു വരും. ആ ചെക്കനെങ്കിലും പറഞ്ഞയക്കാണ്ടിരിക്കില്ല. കാശ് എത്രയാച്ചാ കൊടുത്തേക്കാം, അവരെ ഇഷ്ടത്തിന് വാങ്ങിക്കോട്ടെ. ഇതും ഇട്ടോണ്ട് ഞാൻ കല്യാണപ്പന്തലൊരു വിലച്ചിലുണ്ട്. കല്യാണപ്പന്തല്ലോ ഇവിടെ ഒരാളതാ. നീ എങ്ങനെയാ കല്യാണത്തിന് വരിക? പിന്നെ അങ്ങോട്ട് കേറി ചെല്ലേണ്ട പെണ്ണല്ലേ നീ? അതിന് മുമ്പ് അങ്ങോട്ട് പോവാ. ഇതാ ഇപ്പൊ അസലായത്. നന്ദന്റെ ഒരേ ഒരു അനിയത്തിയെ പൊന്നാരി പെങ്ങളെ കല്യാണത്തിന് കൊണ്ടുപോയില്ലേ നന്ദ? അതിന് ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. മൂത്തർ പറഞ്ഞ അനുസരിക്ക്. ആ വീട്ടിലെ പെണ്ണിനെ കല്യാണം കഴിക്കുന്നുണ്ട്. എനിക്ക് നന്ദന്റെ കല്യാണത്തിനോട് വരാൻ പറ്റില്ലെന്ന് അല്ലേ? ആ അത് തന്നെ. എന്നാ നന്ദൻ വേറെ കല്യാണം കഴിച്ചോട്ടെ. വിട്ടിത്തം പറയാതെ. ഞാൻ പറയണത് എപ്പോഴും വിട്ടിത്തം, ഞാൻ ചെയ്യേണ്ടത് എപ്പോഴും വിട്ടിത്തം. ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ അല്ലേ മൂസ വരുന്നേ? നിങ്ങൾ എങ്ങോട്ട് വേണേലും വന്നോ പൊയ്ക്കോ, എനിക്കെന്താ? എന്നെ കൂട്ടാതെ കല്യാണത്തിന് പോയാലേ അപ്പൊ കാണാം അങ്ങോട്ട് സ്വഭാവം. അബദ്ധാവോ? പിന്നെ അബദ്ധാവും, അല്ലെങ്കിൽ അബദ്ധാക്കും. ഞാൻ അമ്മ കളിക്കുന്നത്. ഞാൻ കല്യാണത്തിന് വരണ്ട പോലും. ഗോമതിയമ്മായി കുറച്ച് മുല്ലപ്പൊടി തരൂ. കൊണ്ടുവരണോ? ഗൗരിയടത്തിന് മുടിയിൽ എത്ര പൂവിച്ചാലും തികയില്ല, അത്രയ്ക്ക് മുടിയുണ്ട്. നീ അതും ഇതും പറഞ്ഞ് കണ്ണു പെടണ്ട അവക്ക്. എല്ലാവരും വിളിച്ചിരുത്ത്. ഇത് റെഡിയായില്ലേ? ചെക്കനും കൂട്ടരും എത്തി. ആ അതാ റെഡി. നീ പോയിട്ട് ഞങ്ങൾ കൊണ്ടുവന്നോളാം. വെള്ളത്തും താലം എടുക്കാനുള്ള കുട്ടികളവിടെ ഉണ്ട്. താലം വിളിക്കോടെ. ഞാൻ തന്നെ വേണമെന്ന് ഓർത്ത നടക്ക അങ്ങോട്ട്. ഇനി വലതുകാലം വെച്ച് കയറിക്കോളും. അമ്മ എവിടെ? പറയുമ്പോളെ അവളെവിടെ? വേണാച്ചി അമ്മ എവിടെ? കണ്ടില്ലല്ലോ. ഇത് എപ്പോഴും ഇങ്ങനെയാ, ആവശ്യമുള്ളപ്പ കാണില്ല. ഒരു ചൊല്ലുണ്ടല്ലോ, പട്ടിയുടെ മൂത്രം മരുന്നിന് തന്ന. എന്റെ ഈശ്വര, അമ്മോ എവിടെ? അമ്മോ അമ്മേ പറഞ്ഞത് അവള്. അമ്മോ, അമ്മൂട്ടിയെ. ചിന്നു, അമ്മുക്കുട്ടി എവിടെ മക്കളെ? ഞങ്ങൾ കണ്ടില്ല. രാവിലെ ഗന്ധർവൻ കാവിലേക്ക് വരുന്നുണ്ടോന്ന് ചോദിച്ചിരുന്നു. അമ്മ പറഞ്ഞില്ലേ പോണ്ടാന്ന്. എന്റെ ഈശ്വര, അമ്മുക്കുട്ടി. അമ്മോ 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 അമ്മുക്കുട്ടി. അമ്മുക്കുട്ടി. അമ്മൂനെ കാണില്ല. വാ വാ ഗൗരി. നന്ദാ, അമ്മൂടാ ഇവിടെ ഉണ്ട്. കേറി വാ അമ്മു. വേണ്ട, എന്നോടൊന്നും മിണ്ടണ്ട. എനിക്ക് ആരും കാണാൻ വേണ്ട. പേടിപ്പിച്ചോളഞ്ഞല്ലോ നീ. വാ. എന്റെ മുമ്പിൽ നിന്ന് ഒരു വലിയ കല്യാണക്കാരൻ. ഞാൻ കല്യാണത്തിന് വന്നാ ഭൂമി പളർന്നു പോവുമല്ലോ. വാ മോളെ. വിടാൻ. അമ്മ നിക്ക്, പറയുന്ന കേക്ക്. വിടാനല്ലേ പറഞ്ഞത്? എത്ര കെഞ്ചി പറഞ്ഞതാ എന്നെ കൂടെ കൊണ്ടുപോണ്ടെന്ന്. എന്നിട്ട് രാവിലെ പോകുമ്പോ യാത്ര പോലും പറയുന്നത് ഒറ്റ പോക്ക്. അത് ഞാൻ മോളെ. വേണ്ട, മിണ്ടി പോകരുത്. എന്താ എന്നോട് പറഞ്ഞിരുന്നത്? ഒരേ ഒരു അനുജത്തിയല്ലേ, നീ ഇല്ലാതെ മറ്റേതാണ് മറുത്തതാണ്. എന്നിട്ട് സ്വന്തം കാര്യം ഇങ്ങനെ ചെറിയ കുട്ടികളെ പോലെ വാശ പിടിച്ചാലോ അമ്മു? വല്യമ്മ മിണ്ടണ്ട ഒന്നും. പറ്റിട്ടുണ്ടൊക്കെ ഞാൻ കണ്ടില്ലേ കൊണ്ടുവന്നിരിക്കുന്നത് മരം മോന്തയായിട്ടൊരു സാധനത്തിന്. എന്താ അത്? ഗൗരി, നന്ദന്റെ കൂടെ മുകളിലേക്ക് വെക്കോളൂ. അമ്മു ഇങ്ങോട്ട് വരൂ, ഒരു കാര്യം പറയാം. വാ മോളെ. കുറെ മുമ്പ് വരച്ചതാ. മെർമൈഡ്. ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? ടൗൺ ഹാളിലെ പെയിന്റിംഗ് എക്സിബിഷന്. ഓഹോ, അപ്പൊ എന്നെ കണ്ടാണല്ലോ. അത് ശരി. അപ്പൊ അമ്പലത്തിൽ പെണ്ണുകാളെന്നും പറഞ്ഞ് നടത്തിയ കുരങ്ങളികൾ മുഴുവൻ കണ്ട് രസിച്ചു അല്ലേ? പിന്നീട് പലപ്പോഴും ഞാൻ ഈ മുഖമൊന്ന് ഓർത്തെടുക്കാൻ നോക്കി. വേണ്ടിയൊന്നുമില്ല. കാരണണ്ടേ, ജീവിച്ചിരിക്കുന്ന പോലെ വരച്ചിരുന്നില്ലേ?
ആര്? അമ്മു അല്ലാണ്ടാരാ? പാവാ, കൊച്ചുകുട്ടികളുടെ മനസ്സാ, തോന്നണതൊക്കെ വിളിച്ചു പറയും. ഗൗരി അങ്ങനെ പറഞ്ഞപ്പോ ഏയ്, എനിക്കൊന്നും തോന്നിയില്ല. പാടില്ല, തോന്നാൻ പാടില്ല. അമ്മു ഇന്നു മുതല് ഗൗരിയുടെയും കൂടെ മോളാ. മരിച്ചു കിടക്കുന്ന അച്ഛന്റെ അമ്മയുടെയും നടുവിൽ നിന്ന് കരയുന്ന കൊച്ചുകുട്ടിയെ അവളിപ്പോഴും എന്റെ മനസ്സിൽ. അന്നീ നന്ദന് 15 വയസ്സാ. പിന്നെ ഒരു സ്വപ്നം എന്റെ മനസ്സിലുണ്ടായിട്ടുള്ളൂ, എന്റെ അമ്മു. ലാളിച്ചു, അത് കുറെ അധികം. സ്കൂളിൽ പോകുമ്പോൾ ഞാൻ സമ്മതിച്ചിട്ടില്ല, വീട്ടിലിരുത്തി പഠിപ്പിച്ചു. പിന്നെ അവൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും, അതുപോലെ സങ്കടവും. ചെറിയ കുട്ടികളെ പോലെ തന്നെയാ. അവളുടെ ലോകത്തിലേക്ക് പെട്ടെന്ന് ഗൗരി കടന്നു വന്നപ്പോ എന്നെ ഇഷ്ടമല്ലെന്നുണ്ടോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ഗൗരി വരാൻ വേണ്ടി കൂടുതൽ ആഗ്രഹിച്ചത് അവളാ. നോക്കിക്കോ, രാവിലെ ഓടി വരും തന്നെ കാണാൻ, എല്ലാം മറന്ന്. ഇനി ഗൗരി വേണം ഒരു അമ്മയുടെ വാത്സല്യം കൊടുത്ത് അവളെ എല്ലാം പറഞ്ഞു മനസ്സിലാക്കാൻ. അവളെ വേണുവിനെ ഏൽപ്പിച്ച എനിക്ക് സമാധാനമായി, നമുക്ക് സ്വസ്ഥായി. കല്യാണം കഴിഞ്ഞ് ഉത്തരവാദിത്തമൊക്കെ ആവുമ്പോ അവള് ശരിയായിക്കൊള്ളുന്നേ. നന്ദേട്ടന്റെ അവസ്ഥ തന്നെ എനിക്കും വേണുവിന്റെ കാര്യത്തില്. അതെനിക്കറിയാം. ജന്മം കൊടുക്കാതെ അച്ഛനും അമ്മയും അവരാ നമ്മള്. എല്ലാം ഒന്ന് തുറന്നു പറയാൻ, ഒരു സമാധാനമൊക്കെ പറയാൻ താൻ എന്നും എന്നോടൊപ്പം ഉണ്ടായാൽ മതി. ഛേ, എന്താ അത്? ഒരു നല്ല ദിവസമായിട്ട് താൻ കരയാ? എന്തൊക്കെയാ കുട്ടി നീ കാട്ടിക്കൂട്ടിയത്? എന്നെ കല്യാണത്തിന് കൊണ്ടുവന്നിട്ടല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ. കല്യാണം നിശ്ചയിച്ച പെൺകുട്ടികൾ ചെക്കന്റെ വീട്ടിലേക്ക് പോകാൻ പാടില്ല, അതാ അതിന്റെ ഒരു ചടങ്ങ്. അതെന്താ അമ്മുക്കുട്ടി മനസ്സിലാക്കാത്തത്? പിന്നെ ഒരു ചടങ്ങ്, ആരാ ഈ ചടങ്ങൊക്കെ ഉണ്ടാക്കണത്? ഗുരുകാരണവന്മാരായിട്ടുണ്ടാക്കിയ ചടങ്ങുകളാ. തെറ്റിച്ചാൽ ഈശ്വരകോപം ഉറപ്പാ. ഈ ഈശ്വരന്മാരും ഗുരുകാരണവന്മാരും കാരണം ഒരു കല്യാണത്തിലൂടി പോകാൻ വയ്യാണ്ടായല്ലോ എന്റെ ഈശ്വര. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ആ കുട്ടി ഇപ്പൊ എന്താ വിചാരിച്ചിട്ടുണ്ടാവോ ആവോ? എന്നോട് ദേഷ്യം ഉണ്ടാവും അവർക്ക്. സങ്കടം വന്നിട്ടുണ്ടാവും എന്തായാലും. ഞാൻ പോയി ഗൗരിയോട് സംസാരിക്കാം, അല്ലേ? ഗൗരിയാ? എഴുത്തിയമ്മാന്ന് വിളിക്കണം. ശരി, എടുത്തേമെങ്കിൽ എടുത്തേമ്മ. എന്താ എന്താ ഇത്? വെള്ളം മാറി കുളിച്ചതാ, നന്നായിട്ടൊന്ന് തോർത്തിട്ട് പോലില്ല. എങ്ങനെ ജലദോഷം വരാതിരിക്ക? പച്ചവെള്ളത്തിലുള്ള ഈ കുളി വേണ്ട കേട്ടോ. കെട്ടിക്കൊണ്ട് വന്നാ മാത്രം മതിയോ? ഇതൊക്കെ നോക്കിക്കൂടാ നന്ദന്? ഗൗരി അല്ലല്ല, ഏടത്തിയമ്മ. എന്നോട് ദേഷ്യ? ഞാൻ ഇന്നലെ വിളിച്ചില്ലേ മരുമോന്തേന്ന്? അത് വെറുതെ കേട്ടോ, എന്റെ ഗൗരി സുന്ദരിയാ. നന്ദൻ ഭാഗ്യവാനാ, നല്ലൊരു പെണ്ണിനല്ലേ ഭാര്യയെ കിട്ടിയിരിക്കുന്നത്. അയ്യോ, ഇതൊക്കെ നന്ദന്റെ മാത്രം ഭാഗ്യമൊന്നുമല്ല, ഒരാടെ പ്രാർത്ഥനയോടെ കൊണ്ടാ. ആരുടെയാ ഈ എന്റെ? നമ്മുടെ ഗന്ധർവന്റെ അമ്പലത്തില് മാല എത്ര കെട്ടിയിട്ടെന്നറിയോ? അത് സ്വന്തം കൈകൊണ്ട്. ആ, ഗന്ധർവൻ കാവില് ചെമ്പകം പൂത്തുന്ന് 6 എണ്ണം ഉണ്ട് അത്രേ. നമുക്കിത് പോയി കണ്ടാലോ? വാ ഗൗരി. ഏടത്തിയമ്മ. ഈ ഏടത്തിയമ്മ എന്നുള്ള വിളി ഒരു സുഖമില്ല ഏടത്തിയമ്മേ, എന്തോ ഒരു അകൽച്ച പോലെ. ഞാൻ ഗൗരിനെ വിളിക്കട്ടെ? ആ, അല്ല വേണ്ട, ആരെങ്കിലും കേട്ടാ പിന്നെ അത് മതി. നമുക്ക് ഒറ്റയ്ക്കാകുമ്പോ വിളിക്കാം. അമ്മ എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ, എനിക്ക് ഒരു ആക്ഷേപവും ഇല്ല. ഗൗരിയടുത്ത് എന്തെങ്കിലും വിളിക്കുക, ഒന്നില്ലെങ്കിൽ ഏട്ടന്റെ ഭാര്യയല്ലേ. പിന്നെ അവള് പറഞ്ഞ ശരിയാ, ഗൗരിയടുത്തമ്മേന്നായാലോ? ആ, വലിയ കുഴപ്പമില്ല. അങ്ങനെയെങ്കിൽ അങ്ങനെ. അയ്യോ, അത് കൊളുത്താൻ പാടില്ല. അതെന്താ? അതൊരു പഴയ കഥയാ, വെള്ളച്ചി പറഞ്ഞെന്നാ. ഈ വെള്ളച്ചിക്ക് അറിയാത്തായിട്ട് ഒന്നുമില്ല. പണ്ട് ജാമ്പോന്റെ കാലത്തൊറ്റാവും ഒരു മുത്തശ്ശി ഈ വിളക്ക് കൊളുത്തി വെച്ച് ഇറങ്ങിപ്പോയത്ര തറവാട്ടിന്ന്. കാശിക്കും പറ്റാ, പിന്നെ വന്നതേയില്ല. അതിനുശേഷം ആരും വിളക്ക് കൊളുത്താറില്ല. ഓഹോ, ഇത് അന്ധവിശ്വാസാണോ? നന്ദൻ പറയാ അന്ധവിശ്വാസാണെന്ന്. എന്നാ പിന്നെ നന്ദൻ ഒന്ന് കൊളുത്തു നോക്കട്ടെ ഈ വിളക്ക്. അയ്യോ, ഞാൻ സമ്മതിക്കില്ല. പിന്നെ ഈ കാവില് മാസത്തിലൊരു ദിവസം ഒരു കോമാളി വരും. കോമാളിയോ? ഒരു ചീമ്പ്രക്കണ്ണൻ. അയാളുടെ 2-3 ചിങ്കിടികളും എന്നെ നടുവിലിരുത്തിയിട്ട് ബ്രീം 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 എന്നൊരു പാട്ടോ? പൂജ അത്രേ, ഗന്ധർവൻ പൂജ. അതിന് എന്നെ പിടിച്ചിരുത്തുന്നതാ എനിക്ക് ഇഷ്ടമല്ലാത്ത. ആ പാട്ടാണെങ്കിലോ ചെവി പൊട്ടും. പൂജ എന്ന് പറഞ്ഞാലേ അമ്മൂച്ചക്ക് ദേഷ്യ. അപ്പൊ പോയി ഒളിക്കും കയ്യാലേല്. എന്തിനാ ദേഷ്യം? കോമാളിയാ, സൂക്കേട് മരം പൂജ എന്നൊക്കെ പറഞ്ഞ്. സൂക്കേടോ? എന്താ വല്യമ്മ വിളിക്കണു. ഗൗരി എടുത്തമ്മേ. എന്തേ? ഇവിടുന്ന് നോക്കുമ്പോഴേ ശരിക്കും മരമോൻ തന്നെ കേട്ടോ. എടി നിന്നെ.
നാളികേരം ചെറിയ നുള്ളി തിന്നാ കല്യാണത്തിന് മഴ പെയ്യും കുട്ടി. പെയ്തോട്ടെ. ആകെ നനഞ്ഞ് പിണ്ടിയാവും. അപ്പോഴോ? ആയിക്കോട്ടെ. അരയ്ക്കാൻ എന്നെയും പഠിപ്പിച്ചു തരൂ വെള്ളച്ചി. അമ്മുക്കുട്ടി എന്തിനാ അരയ്ക്കാൻ പഠിക്കണേ? കല്യാണം കഴിഞ്ഞു പോകുമ്പോ ഇതൊക്കെ പഠിക്കണ്ടേ? നന്ദസാറിനോട് പറഞ്ഞൊരു മിക്സി വാങ്ങിച്ചു തരാൻ പറയൂ. ഒരു ബട്ടൺ അമർത്തിയാ മതി, ഒക്കെ റെഡി. നന്ദൻ എന്നെ വഴക്ക് പറഞ്ഞു വെള്ളച്ചി. എന്നോട് പണ്ടത്തത്ര ഇഷ്ടമില്ലാന്ന് തോന്നുന്നു. എന്തിനാ വഴക്ക് പറഞ്ഞ്? അവരുടെ മുറിയിലേക്ക് ചെന്നേന്. ഞാൻ മുടിപ്പിന്റെ അന്വേഷിച്ചെന്നാ. നന്ദൻ എപ്പോഴും ഒളിപ്പിച്ചു വെക്കും. അയ്യേ, അവരോട് ഒറ്റയ്ക്കിരിക്കുമ്പോ മുറിയിലേക്ക് കയറിച്ചില്ല. ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ? അയ്യേ, ഈ വെളിച്ച് തോന്നിയാസം പറയണു. തോന്നിയാസൊന്നുമല്ല, നന്ദസാറിന്റെ കാര്യങ്ങൾ നോക്കാൻ ഇനി ആളായി. അമ്മുക്കുട്ടിയുടെ കാര്യം നോക്കിയാ മതി. നന്ദൻ കല്യാണം കഴിക്കേണ്ടിയിരുന്നില്ല. അതെ, ഇപ്പൊ കേമായി. 2 മാസം കഴിഞ്ഞ അമ്മുക്കുട്ടിയുടെയും കല്യാണല്ലേ. ഈ ഗൗരി ഇങ്ങോട്ട് വന്നതാ ഒക്കെ പ്രശ്നമായത്. അവര് പിന്നെ എവിടെ പോവും? കല്യാണം കഴിഞ്ഞാ ഭർത്താവിന്റെ വീട്ടിലല്ലേ ഭാര്യ താമസിക്കുക. ഗൗരി എടുത്തമ്മ അവരുടെ വീട്ടിൽ പൊയ്ക്കോട്ടെ. അതെങ്ങനെയാ? പൊയ്ക്കോട്ടെ, അതിനെന്തേലും വഴി കാണാം. വേണ്ടാത് പറയണ്ട വെള്ളച്ചി. വഴിക്ക് വീണ എല്ല് പൊട്ടോ? ചിലപ്പോ. എല്ല് പൊട്ടി വേദനിക്കോ? ആദ്യം തിരി വേദനിക്കും, പിന്നെ ഒരു തരിപ്പാ. വെള്ളച്ചിട്ട് ഏതെങ്കിലും എല്ല് പൊട്ടിയിട്ടുണ്ടോ? പരമം തല്ലി ചതച്ചിട്ട് പൊട്ടാത്ത ഒരെല്ലും ഇനി ഈ ശരീരത്തിലില്ല. ആട്ടെ, എന്തിനാ അറിയണേ? ഏയ്, ഒന്നുമില്ല. ഒരു പഴഞ്ചൊല്ല് ഓർമ്മ വന്നതാ. അടി തെറ്റിയാൽ ആനയും വീഴും. ആർക്കാ? നന്ദേട്ടന്. ഇങ്ങതാ, ഞാൻ കൊടുക്കാം. വേണ്ട വേണ്ട, ഞാൻ കൊണ്ട് കൊടുത്തോളാം. എന്റെ കയ്യിൽ നിന്ന് ചായ വാങ്ങി കുടിക്കുന്ന നന്ദന് കൂടുതൽ ഇഷ്ടമെങ്കിലോ? അത് പണ്ട്. ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് വാങ്ങി കുടിക്കുന്നതാ ഇഷ്ടം. വേദനിക്കരുത്, പാവം, തരിപ്പേ പാടുള്ളൂ. വെള്ളച്ചി പറയുമ്പോ സത്യാവും. ഗൗരിയമ്മേ, ഗൗരിയമ്മേ, ദാ വരുന്നു. അയ്യോ, ചോര. നന്ദാ, വല്യമ്മേ, ഓടി വാ. ഗൗരിയമ്മേ, നന്ദാ. എന്താ അവിടെ? വല്യമ്മേ, ഒന്നും പറ്റിയില്ല. എന്ത് പറ്റി? ഒന്നുമില്ലെന്നേ. ഇവിടെ ആകെ എണ്ണ വീണ്ടല്ലോ. ആരാ എണ്ണപാത്രം തട്ടിയേ? എല്ല് പൊട്ടിയ തരിപ്പല്ലേ ഉണ്ടാവുള്ളൂ. സത്തെ, എന്താ നീ വിചാരിക്കണേ? വേണ്ടെന്ന് വിചാരിക്കുന്നവരും കുറുമ്പ് കൂടാ. വീണ് തല പൊട്ടിയിരുന്നെങ്കിലോ? മിണ്ടി പോരുത്. സാരല്ല നന്ദേട്ടാ, ഒന്നും പറ്റിയില്ലല്ലോ. പറ്റിയിരുന്നെങ്കിലോ? ആരാ സമാനം പറയാ? നീ സമാനം പറയോ? അധിക പ്രസംഗി. നിനക്ക് ഇഷ്ടംപോലെ തട്ടാളെ വന്നവള്. ക്ഷമിക്കാന്ന് വെച്ചാൽ എത്ര ക്ഷമിക്കാ? ലാളിച്ച് വഷളാക്കിന്ന് പേരും. ഇതിനൊക്കെ വളം വെച്ചിരുന്ന എന്നെ വേണം പറയാൻ. പിടിക്കുന്ന ഇന്ന് മുതൽ അവളെ കെട്ടിയെടുത്തു. അന്ന് മുതലേക്ക് പണിയില്ല, ചെണ്ടയില്ല, മിണ്ടിപ്പോലും കൊല്ലുന്നില്ല. ഞാൻ കാണിച്ചേടാ അസത്തെ. അവളുടെ തന്തയും കണക്കാ, തള്ളയും കണക്കാ. വെള്ളടിച്ചാൽ തന്തയ്ക്ക് പറഞ്ഞാട്ടല്ല. തന്തയ്ക്ക് പറഞ്ഞാ നീ എനിക്ക് അറിയോ? തന്ത, അതെ, തന്ത, നിന്റെ തന്ത ചെണ്ട കുറ്റി. എന്റെ മോനെ